നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച് മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി കെ.ടി. ജലീലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ.സി.ബി.സി രംഗത്ത് വരികയാണ്. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് കെ.സി.ബി.സി ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളിയാണ് രംഗത്ത് വന്നത്. സജി ചെറിയാനും കെ.ടി. ജലീലും ഒരേ നിഘണ്ടുവാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. സംസ്ഥാനത്തെ ഒരു മന്ത്രി സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം. കേരളത്തിലെ സംസ്കാരത്തിനും യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്. അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി പറഞ്ഞു. വൈൻ കുടിച്ചാൽ രോമാഞ്ചമുണ്ടാകുന്നവരാണ് മെത്രാൻമാർ എന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് യോജിച്ചതാണോ എന്നും അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ച രീതിക്ക് വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ. അദ്ദേഹം ഒരു മന്ത്രിയാണ്, സാധാരണക്കാരനല്ല. അപ്പോൾ ഔന്നത്യമുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ ഔന്നത്യത്തിനനുസരിച്ച് യോജിച്ച വിധം പ്രതികരിക്കണം. കെ.സി.ബി.സി നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് മുൻ മന്ത്രി കെ.ടി. ജലീൽ ഒരു പ്രസ്താവന നടത്തി. ഈ പാർട്ടിയിലെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടു ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാനെന്നും ഫാദർ പാലക്കപ്പള്ളി കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ സഭകളുടെ സഹായത്തോടെ ചെങ്ങന്നൂരിൽ നിന്നും MLA ആയി മാറിയ സജി ചെറിയാനെ ഭരണഘടനാ വിവാദത്തിൽ നിന്ന് കരകയറ്റിയതും ഇതേ സഭകളാണ്. ഇതേ സഭകൾക്കെതിരെയാണ് ഇപ്പോൾ സജി ചെറിയാൻ രംഗത്ത് വന്നത്. സജിയെ മന്ത്രിസ്ഥാനത്ത് തിരികെ എത്തിച്ചത് ക്രൈസ്തവ സഭകളാണ്. എന്നാൽ പിണറായി വിജയന് വേണ്ടി അദ്ദേഹം തന്നെ നിലനിർത്തിയ സഭകളെ തള്ളിപ്പറഞ്ഞു. മുഖ്യമന്ത്രി പറയാൻ ലക്ഷ്യമിട്ട കാര്യങ്ങളാണ് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. താൻ പറഞ്ഞാൽ അതിന് മറ്റൊരു മാനം കൈവരുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. അതിനാലാണ് സജി ചെറിയാനെ കൊണ്ട് സഭകൾക്കെതിരെ സംസാരിപ്പിച്ചത്. മന്ത്രിസഭയിലെ ക്രൈസ്തവ സഭകളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് സജി ചെറിയാൻ. സംസ്ഥാനത്തെ ബിഷപ്പുമാരെല്ലാം സജി ചെറിയാൻ ഉപയോഗിച്ചാണ് ഭരണയന്ത്രത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത സഭാ അധ്യക്ഷന്മാർക്കെതിരെ CPM-ൽ അമർഷം പുകയുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയാൻ ഉദ്ദേശിച്ചത് സജി ചെറിയാൻ പറഞ്ഞു. ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ വിമർശനവുമായിട്ടാണ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത്. കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് സജി ചെറിയാൻ എത്തിയത്. ആലപ്പുഴ പുന്നപ്ര വടക്ക് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയാണ് മന്ത്രിയുടെ പരാമർശം. ക്രിസ്തുമസ് ദിനത്തിൽ നരേന്ദ്രമോദി നൽകിയ വിരുന്നിൽ പങ്കെടുത്തവർ മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയം ഉന്നയിച്ചിരുന്നില്ല. മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ, സിറോ മലബാർ സഭ ഫരീദാബാദ് രൂപത ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സ്വരൂപ്, വ്യവസായികളായ ജോയാൽക്കാസ്, അലക്സാണ്ടർ ജോർജ് മാനുവൽ, കായിക താരം അഞ്ജു ബോബി ജോർജ്, ബോളിവുഡ് നടൻ ദിനോ മോറിയോ എന്നിവരുൾപ്പെടെ 60 പേരാണ് വിരുന്നിൽ അതിഥികളായി പങ്കെടുത്തത്. 1.5 മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ അടുത്ത വർഷം രണ്ടാം പകുതിയിലോ 2025 ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു.